BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസുമായി കൂടിക്കാഴ്ച നടത്തി. 33ാമത് അറബ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു അദ്ദേഹം. സക്കേർ പാലസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ബഹ്റൈനും UNനും തമ്മിൽ നിലനിൽക്കുന്ന ബന്ധവും സഹകരണവും ചർച്ചയായി. UN പദ്ധതികൾ നടപ്പാക്കുന്നതിൽ ബഹ്റൈന്റെ താൽപര്യത്തെ ഗുട്ടറസ് പ്രത്യേകം എടുത്തു പറഞ്ഞു. മേഖലയിലെയും അന്താരാഷ്ട്ര തലത്തിലെയും വിവിധ വിഷയങ്ങളും അവ പരിഹരിക്കുന്നതിന് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന മാർഗങ്ങളും ചർച്ചയിൽ ഉയർന്നു. വിവിധ രാജ്യങ്ങൾക്കും ജനവിഭാഗങ്ങൾക്കുമിടയിൽ ബന്ധങ്ങൾ ഊഷ്മളമാക്കാനും സംഘർഷങ്ങൾക്കും യുദ്ധങ്ങൾക്കും പകരം സമാധാനവും സുരക്ഷിതത്വവും സാധ്യമാക്കാനുള്ള UNന്റെ ശ്രമങ്ങൾക്ക് പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്നും ഹമ്മദ് രാജാവ് അറിയിച്ചു. UN നടത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും സജീവമായി തുടരാനും അതിന് നേതൃപരമായ പങ്ക് വഹിച്ച് മുന്നോട്ടു പോകാനും ഗുട്ടറസിന് സാധ്യമാകട്ടെ എന്നും ഹമ്മദ് രാജാവ് ആശംസിച്ചു. തനിക്ക് നൽകിയ മനംനിറഞ്ഞ സ്വീകരണത്തിനും ആതിഥ്യ മര്യാദയ്ക്കും ഗുട്ടറസ് പ്രത്യേകം നന്ദി ഹമ്മദ് രാജാവിന് പ്രകാശിപ്പിക്കുകയും ചെയ്തു. വരും കാലങ്ങളിൽ കൂടുതൽ സഹകരണത്തോടെ മുന്നോട്ടു പോകാൻ സാധിക്കുമെന്ന പ്രതീക്ഷയും ഇരുവരും പങ്കുവച്ചു. 33ാമത് അറബ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ സിറിയൻ പ്രസിഡന്റ് ഡോക്ടർ ബഷാറുൽ അസദുമായി രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന ബന്ധവും വിവിധ മേഖലകളിലെ സഹകരണവും ചർച്ചയായി. അറബ് ഐക്യം ശക്തിപ്പെടുത്തുന്നതിന് ഉച്ചകോടി നിമിത്തമാകുമെന്ന ഇരു നേതാക്കളും ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു. തനിക്ക് നൽകിയ ഊഷ്മള സ്വീകരണത്തിനും ആതിഥ്യ മര്യാദയ്ക്കും ബഷാറുൽ അസദ് പ്രത്യേകം നന്ദി ഹമദ് രാജാവിന് പ്രകടിപ്പിക്കുകയും ചെയ്തു. 22 നേതാക്കൾ ഒന്നിച്ച 33ാം അറബ് ഉച്ചകോടി സമാപിക്കുന്നത് പലസ്തീന് ശക്തമായ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ്. ഇസ്രായേൽ ക്രൂരതയെ ശക്തമായി അപലപിക്കാനും മനാമ പ്രഖ്യാപനത്തിലൂടെ അറബ് രാഷ്ട്രങ്ങൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് വന്നു. പലസ്തീൻ ജനതയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെയും സുരക്ഷയോടെയും സ്വന്തം നാട്ടിൽ ജീവിക്കാൻ അവകാശമുണ്ടെന്നും അതിനെതിരെ നടത്തുന്ന ഇസ്രായേലിന്റെ കൊടും ക്രൂരതകൾ തുല്യതയില്ലാത്തതാണെന്നും ഉച്ചകോടി പ്രഖ്യാപനത്തിൽ പറഞ്ഞു. 2.5 ദശലക്ഷത്തോളം മനുഷ്യരെ സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കാത്ത സാഹചര്യമാണ് പലസ്തീനിലുള്ളത്. സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ശക്തമാക്കേണ്ട സമയമാണിതെന്നും പ്രഖ്യാപനം ഓർമ്മിപ്പിച്ചു. പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യർക്ക് സഹായം എത്തിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്ന ഇസ്രായേൽ നടപടിയെ അപലപിക്കുകയും പ്രയാസം അനുഭവിക്കുന്ന പലസ്തീനികൾക്ക് UN സഹകരണത്തോടെ സഹായം എത്തിക്കാനുള്ള ശ്രമങ്ങൾക്ക് ആക്കം കൂട്ടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അന്തരിച്ച കുവൈറ്റ് അമീർ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബിർ അസബാഹിന് ഉച്ചകോടി അനുശോചനം അർപ്പിക്കുകയും പുതിയ അമീർ ഷെയ്ഖ് മിഷൽ അഹമ്മദ് അൽ ജാബിർ അസ്ബാഹിന് ആശംസകൾ നേരുകയും ചെയ്തു. 32ാമത് ഉച്ചകോടിക്ക് നേതൃത്വം നൽകിയ സൗദി അറേബ്യ അറബ് ഐക്യത്തിനായി നടത്തിയ ശ്രമങ്ങൾക്ക് പ്രത്യേകം നന്ദി പ്രകാശിപ്പിച്ചു. ഗസയിൽ ഇസ്രായേൽ ക്രൂരത അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുന്നതിനും തീരുമാനിച്ചു. അടിയന്തര വെടിനിർത്തലിനും ഗസയിൽ നിന്ന് മുഴുവൻ ഇസ്രായേൽ സേനയും ഒഴിവായി പോകുന്നതിനും ഉച്ചകോടി ആവശ്യപ്പെട്ടു. UNൽ പലസ്തീന് പൂർണ്ണാംഗത്വം ലഭിക്കുന്നതിനുള്ള തീരുമാനത്തെ ഉച്ചകോടി സ്വാഗതം ചെയ്തു. പലസ്തീൻ ജനതയ്ക്ക് അംഗീകാരവും ആദരവും സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശവും വകവെച്ചു കൊടുക്കാൻ സന്നദ്ധമാകണമെന്നും ലോകരാജ്യങ്ങളെ ഉച്ചകോടി ഓർമ്മിപ്പിച്ചു. സുഡാന്റെ അഖണ്ഡതയും സ്വതന്ത്ര അസ്തിത്വവും കാത്തുസൂക്ഷിക്കുന്നതിനും സമാധാനപൂർണ്ണമായ അന്തരീക്ഷം സാധ്യമാക്കുന്നതിനും ആവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്ന് ഉച്ചകോടിയിൽ ആവശ്യമുയർന്നു. സിറിയൻ പ്രശ്നം പരിഹരിക്കുന്നതിന് ഗൗരവപൂർണ്ണമായ ശ്രമങ്ങൾ ഉണ്ടാകണം. തീവ്രവാദികളുടെ തേരോട്ടത്തിൽ നിന്നും സിറിയയെയും ഇവിടുത്തെ ജനതയും സംരക്ഷിക്കേണ്ടതുണ്ട്. അഭയാർത്ഥികൾക്ക് സുരക്ഷിതമായ ജീവിത സാഹചര്യങ്ങൾ ഒരുക്കണമെന്നും ആവശ്യപ്പെട്ടു. നിലവിലുള്ള യമൻ ഭരണകൂടത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച ഉച്ചകോടി യമനിൽ സമാധാനവും ഐക്യവും പുനഃസ്ഥാപിക്കുന്നതിന് നിലവിലെ ഭരണകൂടത്തിന് കഴിയുമെന്ന പ്രതീക്ഷയും പ്രകടിപ്പിച്ചു. ബഹ്റൈൻ ശൂരനാട് കൂട്ടായ്മയുടെ പ്രസിഡന്റ് ഹരീഷ് നായരുടെ മാതാവ് ശൂരനാട് വടക്ക് പടിഞ്ഞാറ്റ കിഴക്ക് ആരാധനയിൽ രാധാമണി അമ്മ നിര്യാതയായി. ഭർത്താവ് ശങ്കരൻ നായർ, മക്കൾ ഹരീഷ് നായർ, ഗിരീഷ് എസ് നായർ, രാകേഷ് എസ് നായർ, മരുമക്കൾ മൃണാൽ, ആര്യ. അനുശ്രീ സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക്. പന്തിരങ്കാവിലെ ഭർത്തൃവീട്ടിൽ നവവധു പീഡനത്തിന് ഇരയായ കേസിൽ പ്രതിയും ഭർത്താവുമായ രാഹുലിന് വിദേശത്തേക്ക് കടക്കാൻ പോലീസ് ഒത്താശ ചെയ്തതായി സൂചന. പന്തിരങ്കാവ് സ്റ്റേഷനിലെ ചില ഉദ്യോഗസ്ഥർക്കെതിരെ ആരോപണമുയർന്നതോടെ സിറ്റി പോലീസ് മേധാവി രാജ്പാൽ മീണയുടെ നിർദ്ദേശപ്രകാരം സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. ശരീരമാകെ പരിക്കുകളോടെ യുവതി സ്റ്റേഷനിലെത്തിയിട്ടും പന്തിരങ്കാവ് പോലീസ് ആദ്യം കേസെടുക്കാത്തതിലടക്കം വലിയ വിമർശനമുയർന്നിരുന്നു. മൊബൈൽ ചാർജറിന്റെ കേബിൾ കഴുത്തിൽ മുറുക്കി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താൻ നോക്കിയെന്നും യുവതി മൊഴി നൽകിയിട്ടും വധശ്രമം അടക്കമുള്ള ഗുരുതര വകുപ്പുകൾ പ്രതിക്കെതിരെ
ആദ്യം ചുമത്തിയിരുന്നില്ല. പോലീസിന്റെ വീഴ്ചയിൽ SHO S സരീൻ സസ്പെൻഷനായെങ്കിലും മറ്റു ചിലരുടെ ഒത്താശ ലഭിച്ചത് പിന്നീടാണ് പുറത്തുവന്നത്. യുവതിയുടെ ശക്തമായ മൊഴിയുണ്ടായിട്ടും പ്രതിക്കെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി കസ്റ്റഡിയിൽ എടുക്കാത്തതാണ് ഇയാൾക്ക് വിദേശത്തേക്ക് കടക്കാൻ അവസരമായത്. ഇതിന് പിന്നാലെയാണ് പന്തനങ്കാവ് സ്റ്റേഷനിലെ രാഹുലിന്റെ സുഹൃത്തായ പോലീസുകാരൻ ഒത്തുകളിച്ചതായി സൂചന ലഭിച്ചത്. യുവതി പരാതി നൽകാനെത്തിയ ദിവസം സ്റ്റേഷനിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരുടെ വിവരങ്ങളടക്കം ശേഖരിച്ചാണ് ഇക്കാര്യത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. നവവധു പീഡനക്കേസിൽ പ്രതി രാഹുലിന്റെ അമ്മ പന്തനങ്കാവ് പന്നിയൂർക്കുളം സ്വദേശി ഉഷ, സഹോദരി തിരുവങ്ങൂർ സ്വദേശി കാർത്തിക എന്നിവർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. അഡ്വക്കേറ്റ് ഷമീം പക്സാൻ മുഖേന കോഴിക്കോട് ജില്ലാ കോടതിയിലാണ് ജാമ്യാപേക്ഷ ഫയൽ ചെയ്തത്. കേസ് തിങ്കളാഴ്ച പരിഗണിക്കും. ഇരുവരും വെള്ളിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് അന്വേഷണ സംഘത്തലവനായ ഫറൂഖ് അസിസ്റ്റന്റ് കമ്മീഷണർ സജു കെ എബ്രഹാം നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ അനാരോഗ്യ കാരണം ഹാജരാകാനാവില്ലെന്ന് പോലീസിനെ അറിയിച്ച ഉഷ നിലവിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ പരാതിയിൽ ദല്ലാൾ നന്ദകുമാർ പുന്നപ്ര പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി. സ്ത്രീത്വത്തെ അപമാനിക്കും വിധത്തിൽ ചാനലിലൂടെ അപകീർത്തികരമായി സംസാരിച്ചു എന്നതായിരുന്നു DGPക്ക് നൽകിയ പരാതി. സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യത്തിന് IPC 509 വകുപ്പ് പ്രകാരമാണ് കേസ്. വിശദമൊഴിയെടുത്ത ശേഷം നന്ദകുമാറിനെ വിട്ടയച്ചു. 2016 BJP വിട്ട് വടക്കാഞ്ചേരിയിൽ LDF സ്ഥാനാർത്ഥിയാവാൻ ശോഭാ സുരേന്ദ്രൻ ശ്രമിച്ചെന്നും എന്നാൽ ആവശ്യപ്പെട്ട തുക കൂടിപ്പോയതിനാൽ നടന്നില്ലെന്നും നന്ദകുമാർ പറഞ്ഞിരുന്നു. കൊച്ചി കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണം സമയബന്ധിതമായി നടന്നുവരികയാണെന്ന് കോർപ്പറേഷൻ സെക്രട്ടറി അറിയിച്ചു. കോർപ്പറേഷൻ പരിധിയിലെ എല്ലാ കനാലുകളുടെയും തോടുകളുടെയും പോളയും പായലും നീക്കം ചെയ്തു കഴിഞ്ഞു. ആകെ 243 ശുചീകരണ പ്രവൃത്തികളുടെ നടപടിക്രമങ്ങളാണ് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ആരംഭിച്ചത്. ഇതാണ് ഇപ്പോൾ പൂർത്തീകരണ ഘട്ടത്തിലെത്തിയത്. നഗരപരിധിയിലെ എല്ലാ കാനകളിലും അഴിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നുണ്ട്. കൂടാതെ നഗരത്തിലെ വെള്ളപ്പൊക്ക ഭീഷണിയുള്ള സ്ഥലങ്ങൾ മുൻകൂട്ടി കണ്ടെത്തി അത്തരം 14 സ്ഥലങ്ങളിൽ ആവശ്യകതയ്ക്കനുസരിച്ച് 6 HP മുതൽ 25 HP വരെയുള്ള പമ്പുകളും സ്ഥാപിച്ചു. കനാലുകളിലെ അധികജലം ഒഴുക്കിവിടുന്നതിന് പെട്ടിപ്പറ സംവിധാനവും ഏർപ്പെടുത്തി. കഴിഞ്ഞ വർഷം കോർപ്പറേഷൻ കൊച്ചി സ്മാർട്ട് മെഷീൻ ലിമിറ്റഡിന്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തി വാങ്ങിയ സഷൻ കം ജെറ്റിംഗ് മെഷീൻ MG റോഡിലെ കാനകളുടെ ശുചീകരണത്തിൽ വലിയ നേട്ടമുണ്ടാക്കിയെന്നും അറിയിച്ചു. കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. പുതിയ മഴ മുന്നറിയിപ്പ് പ്രകാരം 5 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണുള്ളത്. തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. മറ്റു ജില്ലകളിലെല്ലാം യെല്ലോ അലേർട്ടാണ്. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നാളെ 3 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അടുത്ത 5 ദിവസത്തേക്കുള്ള പുതുക്കിയ മഴ സാധ്യത പ്രവചന പ്രകാരം 19-ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, 20-ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി എന്നീ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പറയുന്നത്. 18-ാം തീയതി തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, 19-ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, 20-ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, 21-ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, 22-ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് IMAC കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.